ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിസയിലൊക്കെ ഇടുന്ന ഒരു ചീസാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ചീസ് ഉണ്ടാക്കാൻ വേണ്ടി 3 ഗ്ലാസ് പാലാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ മിൽമ പാലാണ്. കട്ടിയുള്ള പാലെടുത്താൽ മതി. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ചീസ് ഉണ്ടാക്കാൻ പാൽ ചൂടാക്കുമ്പോൾ ഇളം ചൂട് മാത്രമേ പാടുള്ളൂ. ഒരുപാട് ചൂടാക്കുകയോ തിളപ്പിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ വലിഞ്ഞു വരുന്ന ഒരു ടെക്സ്ചർ കിട്ടില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പാല് ഇളം ചൂടായിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ വിരൽ വെച്ചൊന്ന് തൊട്ട് നോക്കണം. ഇളം ചൂടായിട്ടുണ്ട്. ഇത് മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റുന്നുണ്ട്. അടുപ്പിൽ വെച്ചിരുന്നാൽ അടുപ്പിൻ്റെ ചൂട് കൂടി ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ്. പാലിനിപ്പോൾ ഇളം ചൂട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെയാണ് വിനാഗിരി ഒഴിക്കുന്നത്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഞാൻ ആദ്യം ഒഴിക്കുന്നുണ്ട്. പതുക്കെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ പതുക്കെ പിരിഞ്ഞു വരും. ഒരുമിച്ച് ഒഴിക്കേണ്ട. ഓരോ ടേബിൾ സ്പൂണായിട്ടോ ടീസ്പൂണായിട്ടോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാടിട്ട് സ്പീഡിന് ഇളക്കരുത്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പതുക്കെ പിരിഞ്ഞു വന്നോളും. 1 സ്പൂൺ വിനാഗിരി കൂടി ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ പാല് പിരിഞ്ഞു വരുന്നുണ്ട്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ മുഴുവനായി പിരിഞ്ഞു കിട്ടുന്നത് വരെ കുറേശ്ശെ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊരു പ്രത്യേക അളവില്ല. നമ്മുടെ പാല് മുഴുവനും പിരിഞ്ഞു കിട്ടണം. ഇപ്പോൾ പാല് മുഴുവനായി പിരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് മതി. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം ഇത് ഇളം ചൂട് വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് നന്നായി പിഴിഞ്ഞെടുക്കണം. ചീസിലുള്ള വെള്ളം മുഴുവനും പിഴിഞ്ഞു കളയണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. എങ്കിൽ മാത്രമാണ് നമ്മുടെ ചീസ് നന്നായി വരിഞ്ഞു വരുന്നത്. അതുകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് പിഴിഞ്ഞു കളയണം. ഇവിടെ ഞാനിപ്പോൾ നന്നായി വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബോളാണ് കിട്ടിയിട്ടുള്ളത്. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇവിടെ ഞാനിപ്പോൾ അലുമിനിയം ഫോയിൽ പേപ്പറിലാണ് പൊതിഞ്ഞു വയ്ക്കുന്നത്. അലുമിനിയം ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് പൊതിഞ്ഞു വെച്ചാലും മതി. ഇതൊരു ബോക്സിനകത്തിട്ട് ഫ്രീസറിൽ വെക്കാം. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുള്ളതാണ്. തുറന്ന് നോക്കാം. നല്ല കട്ടിയായിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള ചീസാണിത്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കാം. സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ചീസ് പോലെ തന്നെയാണ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഞാൻ മുഴുവനായി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടാം. നമുക്ക് ഇത്രയും ചീസാണ് കിട്ടിയിട്ടുള്ളത്. ഒരു 3 ഗ്ലാസ് പാലുകൊണ്ട് കിട്ടിയതാണ്. ഇത് നമുക്കിത് എങ്ങനെയാണ് സ്റ്റിക്കി ആയി വരുന്നുണ്ടോ എന്ന് നോക്കാം. ചൂടായി കിടക്കുന്ന പാനാണിത്. ഇതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് നല്ല സ്റ്റിക്കിയായി വരുന്നുണ്ട്. നല്ല വലിഞ്ഞു വരുന്നുണ്ട്. നല്ല വലിഞ്ഞു വരുന്നുണ്ട്. കണ്ടില്ലേ?
നമുക്കറിയാം ചീസ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല വില കൊടുത്താണ് നമ്മൾ വാങ്ങാറുള്ളത്. ഇത് 3 ഗ്ലാസ് പാൽ കൊണ്ട് തന്നെ 1 പ്ലേറ്റോളം ചീസ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അങ്ങനെ വളരെ കുറഞ്ഞ ചിലവിൽ പിസയിലിടുന്ന ചീസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.